തന്നെ അടിച്ചു പിടിക്കും. കണ്ടോ, ഞാനിങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മുടിയിലുള്ള പിടുത്തം കറക്റ്റ്. നല്ല നിലയിൽ ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് അടിത്തട കൂടി പഠിക്കേണ്ട കാലമാണ്, വിശേഷിച്ച് വനിതാ ജീവനക്കാർക്ക്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ ചിലർക്കൊക്കെ കൈകാൽ തരിക്കും, ചിലർക്ക് കോച്ചി പിടിക്കും. അത്തരം സംഭവങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിലാണ് മരുന്ന് കണ്ടെത്താനുള്ള ശ്രമം. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രതികരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ നോക്കാം, മാക്സിമം ഞങ്ങളുടെ അതായത് തിരിച്ചങ്ങോട്ടൊന്നുമില്ല, ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഹറാസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു അവയർനെസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പരിശീലനത്തിലൂടെ ചിലരെല്ലാം കാര്യങ്ങൾ ഈസിയായി കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്ക് വളർന്നു. ചിലർക്ക് ഭയം കൂടെ കൂടിയിട്ടുണ്ട്. അത്തരക്കാരോട് നിരന്തര പരിശീലനത്തിലൂടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനാണ് നിർദ്ദേശം. വനിതാ ജീവനക്കാർക്ക് അതത് ജില്ലകളിൽ ഒരേ ദിവസമായിരുന്നു സ്വയം രക്ഷാ ക്ലാസ്. 2-3 അടവുകൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളത് ചെയ്തു നോക്കി, വർക്കൗട്ട് ആവുമെന്ന് വിചാരിക്കുന്നു. കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായും. പോലീസുകാരാണ് പരിശീലകരായി എത്തിയത്. കർമ്മരംഗത്തെ അവരുടെ പ്രവൃത്തി പരിചയം ഇതിന് മുതൽക്കൂട്ടായി മാറിയെന്ന് സാരം. ഓരോ ജില്ലകളിലും ഇതിനായി നോഡൽ ഓഫീസർമാരെയും നിയമിച്ചിരുന്നു. അക്രമ രീതിയിലേക്കുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ അതേപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അങ്ങനെ ഉണ്ടായാൽ ഇനി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്ന വനിതാ ജീവനക്കാർക്ക് തിയറി മാത്രവും മറ്റുള്ളവർക്ക് തിയറിയും പ്രാക്ടിക്കലും എന്നതായിരുന്നു ക്രമീകരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. തത്സമയം അനഘ പ്രകാശ് ചേരുന്നു. അനഘ, ഗുഡ് മോർണിംഗ്. അതേതായാലും സംഭവം ഉഗ്രനായി എന്ന് വേണം പറയാൻ. കാരണം പലപ്പോഴും ഈ ബിവറേജസ് കോർപ്പറേഷനിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വൈകി ജോലി ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ടല്ലോ, വൈകി മാത്രമാണല്ലോ ഇതൊക്കെ അടയ്ക്കുക. ആ സമയത്തൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി വ്യക്തിപരമായി കൂടി എന്നോടും പങ്കുവെച്ച സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് ഇവർക്കിതൊക്കെ ഉപകരിക്കും. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ചിലർക്കെങ്കിലും ഈ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ തോന്നുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അത്തരക്കാർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇത്, അല്ലേ? അതെ മൂത്തി, നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ സമസ്ത തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബിവറേജസ് കോർപ്പറേഷനിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുമതി കൊടുത്ത് തുടങ്ങിയിട്ട് 2017 കുറച്ച് 7 വർഷങ്ങളാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം കുറച്ച് അധികം സ്ത്രീകൾക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും നാൾ സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയാതിരുന്നത്. പക്ഷേ ജോലി കൊടുത്തു, അപ്പോൾ നമുക്ക് അതിന് അവർക്ക് സുരക്ഷിതമായ സംവിധാനം കൂടി ഒരുക്കി കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിന് അവരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ പരിശീലനം കൊടുക്കുന്നത്. ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ കുറച്ച് മുറകൾ പഠിപ്പിക്കുക, അതോടൊപ്പം അതിന് ധൈര്യം പകരുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. തൊഴിൽ മേഖലയിൽ മാത്രമല്ല, പൊതുവിടത്തിൽ ഇറങ്ങിയാലടക്കം ഇത്തരത്തിൽ സ്ത്രീകൾ നിത്യേന സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലും എത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിഞ്ഞ മുതിർന്ന വനിതകളൊക്കെ അവർക്ക് ഒരുപക്ഷെ ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം അവരെ ഇത്തരത്തിൽ മറ്റുള്ളവരെയും കൂടി ഇത്തരത്തിൽ പഠിപ്പിക്കുക, അവർക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇത് പരിശീലനം കൊടുക്കുന്നതും ഇത്തരത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇത് കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നുന്നു. കാരണം സ്ത്രീകളെ നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല, അവരെ അതിന് പ്രാപ്തരാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.